Hello everyone and welcome back. In this video we are going to look at one short story. It is titled The Lottery and it was written by an American writer, Shirley Jackson. Shirley Jackson was born in 1916 and ഈ ഒരു particular story publish ചെയ്യുന്നത് 1948 and it was first seen in a magazine that was the New Yorker. New Yorker എന്ന് പറയുന്ന ഒരു മാഗസിനകത്താണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോറി ഇറങ്ങിയ സമയത്ത് ഇറ്റ് ഹാഡ് ക്രിയേറ്റഡ് സം കൈൻഡ് ഓഫ് കോൺട്രവേഴ്സി. സം പീപ്പിൾ ഡിഡിൻ ലൈക്ക് ദിസ് സ്റ്റോറി ബിക്കോസ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ ഇറ്റ് ഡിസ്കസ്ഡ്. അപ്പോൾ അത്ര തന്നെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് മാറ്റർ അല്ല ഈ ഒരു സ്റ്റോറിക്കകത്തുള്ളത്. ഒരു വില്ലേജിനകത്ത് നടക്കുന്ന ഒരു ആനുവൽ റിച്വലിനെ കുറിച്ചിട്ട്, ഒരു ആചാരത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പോൾ ആ ഒരു ആചാരത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി ഈ ഷെർലി ജാക്സൺ എഴുതിയിട്ടുള്ളത്. ആചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു വില്ലേജിലുള്ള എല്ലാ ആളുകളും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഗ്യാദർ ചെയ്യുന്നു. ആ വില്ലേജിലുള്ള എല്ലാ ആളുകളുടെയും പേരെഴുതിയ, എല്ലാ ഫാമിലിയുടെയും ഹെഡായിട്ടുള്ള ആളുകളുടെ പേര് എഴുതി ഒരു ബോക്സിനകത്ത്, ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ടൊരു ബോക്സിനകത്തിടും. അതിൽ നിന്ന് ഓരോ ഫാമിലിയിലെ ആളുകൾ ഫാമിലി ഹെഡ്സിൻ്റെ പേര് എഴുതിയിട്ടല്ല ഇടുന്നത്. എല്ലാ ഫാമിലിയുടെ ഹെഡ്സും വന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ബോക്സിനകത്ത് പേപ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് ഓരോരുത്തരും ഓരോ പേപ്പർ എടുക്കണം. അതിനകത്ത് ഒരു പേപ്പറിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ഒരു ഡോട്ട് കിട്ടുന്നുണ്ട്. അത് കിട്ടുന്ന ആളുടെ ഫാമിലിയിൽ നിന്ന് ആ ഒരാൾ തീരുമാനിക്കാൻ വീണ്ടും ലോട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വ്യക്തിയെ സാക്രിഫൈസ് ചെയ്യുകയാണ്, അവരെ അങ്ങനെ മരിക്കാൻ കൊടുത്ത് അവരെ മറ്റുള്ള ആളുകൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ബലി കൊടുക്കുക ചെയ്യുന്നത്. ആൻഡ് ഇതാണ് റിച്വൽ. ഓക്കെ, വളരെ ക്രൂവലായിട്ടുള്ളൊരു റിച്വലാണ്. അപ്പം ഈ ഒരു സ്റ്റോറിയിലൂടെ ഇത്തരത്തിലുള്ള ആചാരങ്ങളെ ആണ് നമ്മുടെ റൈറ്റർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് നോക്കാം. സ്റ്റോറിയുടെ ഒരു ബിഗിനിങ്ങിൽ ഒരു സ്മോൾ ടൗൺ, ഒരു സ്മോൾ വില്ലേജ് റൈറ്റർ, അവിടെ ഇത് കഥ നടക്കുന്ന ഒരു ഡേറ്റൊക്കെ പറയുന്നത് June 27 ഈ കഥ നടക്കുന്നത്. ആ വില്ലേജിലുള്ള എല്ലാ ആളുകളും, ഏകദേശം ഒരു 300ഓളം ആളുകളുണ്ട് ആ വില്ലേജിൽ. 300ഓളം ആളുകൾ അവിടെ ഒരു സ്ക്വയർ ടൗണിലുള്ള ഒരു ചെറിയൊരു സ്ഥലത്ത് ആളുകൾ ഒത്തുചേരുന്നു. ആൻഡ് അതിനകത്ത് കുട്ടികളുണ്ട്, അതുപോലെ സ്ത്രീകളുണ്ട്, എല്ലാ ആളുകളുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ വില്ലേജിലുള്ള എല്ലാ ആളുകളും അവിടെ ഗ്യാദർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനകത്തുള്ള ചെറിയ കുട്ടികൾ കല്ലുകൾ പെറുക്കുന്നുണ്ട്, കല്ലുകൾ പെറുക്കി കൂട്ടി വെക്കുന്നുണ്ട്. സോ ഈ കല്ല് പിന്നീട് അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അറിയാം ഈ ഒരു റിച്വലിൻ്റെ സമയത്ത് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ അതുകൊണ്ടാണ് ആദ്യത്തെ സീനിൽ തന്നെ നമുക്ക് കുട്ടികൾ വന്നിട്ട് കല്ല് പെറുക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് പിന്നീട് ഈ ആളുകളെല്ലാം ഗ്യാദർ ചെയ്ത ആ ഇടത്തേക്ക് ഒരു സമ്മേഴ്സ് എന്ന് പറയുന്ന ആൾ, മിസ്റ്റർ സമ്മേഴ്സ്, SUMMERS, മിസ്റ്റർ സമ്മേഴ്സ് എന്ന് പറയുന്ന ഒരാൾ അവിടേക്ക് വരുന്നു. ആൻഡ് ഇദ്ദേഹത്തിനാണ് ഇതിൻ്റെ ചാർജ് ഉള്ളത്. ഈ ലോട്ടറിയുടെ ഈ റിച്വലിൻ്റെ ചാർജ് ഇദ്ദേഹത്തിനാണുള്ളത്. ആൻഡ് അദ്ദേഹം ഒരു ബ്ലാക്ക് ബോക്സും കൊണ്ടിട്ടാണ് അവിടേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മിസ്റ്റർ ഗ്രേവ്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒരു പോസ്റ്റ് മാസ്റ്റർ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു ബ്ലാക്ക് ബോക്സ് നമ്മുടെ ഓതർ പറയുന്നുണ്ട്, ഈ ഒരു ബ്ലാക്ക് ബോക്സ് ആയിരുന്നില്ല ഒറിജിനലി ഇവർ ഈ റിച്വൽ തുടങ്ങിയ സമയത്തുള്ളത്. കുറച്ച് മുന്നേ ഇതിൻ്റെ യഥാർത്ഥത്തിൽ യൂസ് ചെയ്തിരുന്ന ബോക്സ് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ആ പഴയ ബോക്സിൻ്റെ ചില മരക്കഷ്ണം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാം. കാരണം ഈ ആചാരപരമായിട്ടുള്ള ആവുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ തന്നെ വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഈ ഒരു പഴയ ബോക്സ് കേട് വന്ന കാരണം പുതിയത് ഇവർ മേക്ക് ചെയ്യേണ്ടി വന്നപ്പോഴും പഴയ ബോക്സിലുള്ളൊരു പീസ് ഓഫ് ഫുഡെങ്കിലും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ ഓതർ പറയുന്നുണ്ട്.
ആൻഡ് ഈ എനിവേ ഈ ആളുകളെല്ലാം കൂടി നിൽക്കുന്ന ആളുകളോട് ഈ മിസ്റ്റർ സമ്മേഴ്സ്, ഇദ്ദേഹമാണ് ഈ ലോട്ടറിയുടെ ഈ ചാർജ്, ഈ റിച്വൽ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ചാർജ് ഇദ്ദേഹത്തിനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇദ്ദേഹം സ്ഥിരമായിട്ട് കുറച്ച് വർഷമായിട്ട് ഇദ്ദേഹമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹം പലപ്പോഴും പുതിയൊരു ബോക്സ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇവരോട് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ബോക്സ്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോക്സ് മാറ്റാൻ ആർക്കും താല്പര്യമില്ല. ദാറ്റ് ഈസ് വൈ ദേ ആർ നോട്ട് ചേഞ്ചിങ്. ആൻഡ് പക്ഷേ ചില ചേഞ്ചസൊക്കെ ഇവർ വരുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇവർ മരത്തിൻ്റെ ചെറിയൊരു ചിപ്പ്, ചെറിയ വുഡൻ ചിപ്പായിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത്. പിന്നീട് വില്ലേജിലുള്ള ആളുകളുടെ എണ്ണം കൂടി വന്ന സമയത്ത് ഈ ചിപ്പ് ബോക്സിനകത്തേക്ക് ഇടാനും അതുപോലെ അത് എല്ലാ ആളുകളുടെ പേരൊക്കെ എഴുതിയിട്ടുള്ള വുഡൻ ചിപ്പ് എന്നുള്ള രീതിയിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് ഇദ്ദേഹം തന്നെയാണ്, നമ്മുടെ മിസ്റ്റർ സമേഴ്സാണ് ഈ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം പേപ്പറാണ്, സ്ലിപ്സ് ഓഫ് പേപ്പർ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു ലോട്ട് എടുക്കുന്നത്. ഓക്കെ, എനിവേ ഈ ലോട്ട് എടുക്കാനുള്ള പേപ്പേഴ്സ് എല്ലാം അത് ഒരു പെട്ടിക്കകത്ത് ഇവർ തലേ ദിവസം തന്നെ നിറച്ചിട്ടുണ്ട്. ഇദ്ദേഹവും മിസ്റ്റർ സമ്മേഴ്സും അതേപോലെ തന്നെ പിന്നെ മിസ്റ്റർ ഗ്രേവ്സാണ് ഈ ജോലിയെല്ലാം ചെയ്തത്. തലേന്ന് ഈ ഒരു പേപ്പറിനകത്ത് ഇവരെന്താ വെച്ചാൽ ബ്ലാങ്ക് പേപ്പേഴ്സാണ് അതിനകത്ത് ഇടുന്നത്. പക്ഷെ ഒരു പേപ്പറിനകത്ത് മാത്രം ഒരു ഡോട്ട് ഇടുക ചെയ്യുന്നത്. ആ ഡോട്ട് കിട്ടുന്ന ആളായിരിക്കും ഇവിടെ അൺലക്കി ആയിട്ട് വരുന്ന ആൾ. ഓക്കെ, അങ്ങനെ ഈ ഒരു ലോട്ടറി എടുക്കുന്നതിന് മുൻപ് ഇദ്ദേഹം ആ ഒരു വില്ലേജിലുള്ള എല്ലാ ആളുകളുടെയും പേര് ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വായിക്കുക, എല്ലാവരും പ്രസൻ്റ് അല്ലേ എന്നുള്ള കാര്യം അദ്ദേഹം ആദ്യം ചെക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടേക്ക് ആ ക്രൗഡിൻ്റെ അകത്തേക്ക് ഏറ്റവും അവസാനം വരുന്ന ഒരു വ്യക്തിയുണ്ട്. ദാറ്റ് ഈസ് ടെസ്സി ഹച്ചിൻസൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവർ വരുന്ന സമയത്ത് പറയുന്നുണ്ട് അവൾ മറന്നുപോയി, ആക്ച്വലി ഇന്ന് ലോട്ടറിയുടെ ഡേ എന്നുള്ളത് മറന്നുപോയി. പെട്ടെന്ന് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ആരും കാണുന്നില്ല, കുട്ടികളും കാണുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇന്ന് 27 ആണ്. അപ്പോൾ ഇന്നാണ് ഈ ഒരു റിച്വൽ നടക്കുന്നത്. പെട്ടെന്ന് അപ്പോഴാണ് ഓർത്തത്, അതുകൊണ്ട് ഞാൻ ഓടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ടെസ്സി. ആൻഡ് ദെൻ ഇദ്ദേഹം ടെസ്സി വന്നതിന് ശേഷം വേറെ ആരെങ്കിലും ഇനി ഇതേപോലെ എത്താത്തതുണ്ടോ എന്നൊക്കെ സമ്മേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഡെൻബാർ എന്ന് പറയുന്ന ആൾ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിൻ്റെ വൈഫ് മിസ്സിസ് ഡെൻബാർ ഈ ലോട്ടറി എടുക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ വേറെ അതേപോലെ ഒരു ആബ്സെൻ്റ് ഒരാൾക്ക് പകരമായിട്ട് വാട്സൺ എന്ന് പറയുന്ന ഒരു വാട്സൺ ബോയ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. പിന്നെ ആ ഒരു ഗ്രാമത്തിലെ ഏറ്റവും വയസ്സായിട്ടുള്ള ഒരാളാണ് വാർണർ. അപ്പോൾ അദ്ദേഹവും എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇദ്ദേഹം ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും എത്തിയോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇദ്ദേഹം ഇതിൻ്റെ റൂള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ ഫാമിലിയുടെ ഹെഡും വന്നിട്ട് പേര് വിളിക്കുന്ന സമയത്ത് വന്നിട്ട് ഇത് എടുക്കണം. ആൻഡ് അതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ആളുകളും എടുത്തു കഴിയുന്നത് വരെ അവർ ആ പേപ്പർ ഓപ്പൺ ചെയ്ത് നോക്കരുത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഓരോരോ ആളുകൾ വന്നിട്ട് അതിനകത്ത് നിന്ന് പേപ്പർ എടുക്കുന്നു. ആൻഡ് അങ്ങനെ എല്ലാ ആളുകളുടെയും ടേണ് കഴിഞ്ഞു. ദെൻ ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള പേപ്പർ തുറന്ന് കാണിച്ചു. ഓക്കെ, എന്തായാലും ബ്ലാങ്കിൽ ആളുകൾ വളരെ ആവേശപൂർവ്വം അത് തുറന്ന് കാണിക്കും. അപ്പം ആരുടെ കയ്യിലാണ്, അപ്പോൾ എല്ലാവരും തുറന്നു കഴിക്കുമ്പോൾ ഒരാളത് മാത്രമാണല്ലോ ബാക്കി ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടത് ബിൽ ഹച്ചിൻസൺ ആണത് കിട്ടിയത്, ബിൽ ഹച്ചിൻസൻ്റെ അടുത്ത്. അപ്പോൾ ബിൽ ഹച്ചിൻസൻ്റെ പേപ്പർ തുറന്ന് കാണിക്കാൻ പറയും. സോ അതിനകത്താണ് ഈ ഒരു കറുത്തൊരു ഡോട്ട് ഉള്ളത്. സോ ഹീ വാസ് ദ അൺലക്കി മാൻ. ആൻഡ് ബിൽ ഹച്ചിൻസൺ നമ്മുടെ ഈ ഒരു റിച്വലിൻ്റെ അടുത്തേക്ക് ഏറ്റവും അവസാനം വന്ന ടെസ്സിയുടെ ഹസ്ബൻഡാണ്. സോ ടെസ്സി ഹച്ചിൻസൻ്റെ ഹസ്ബൻഡാണ് ബിൽ ഹച്ചിൻസൺ. സോ എനിവേ ആ ടെസ്സിയുടെയും ബില്ലിൻ്റെയും ഫാമിലിയിൽപ്പെട്ട ഒരാളായിരിക്കും ഇനി ഇതിന് ഇരയാകാൻ പോകുന്നത്. ഓക്കെ, ഒരു റിച്വലിന് ബലി കൊടുക്കാൻ പോകുന്നത്, സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളായിരിക്കും. ഓക്കെ,
ആൻഡ് അങ്ങനെ ഈ ബിൽ ഹച്ചിൻസനെ വിളിക്കുന്നു. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽ ഹച്ചിൻസൻ്റെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് ഇദ്ദേഹം കൺഫേം ചെയ്യും. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഡോട്ടർ ഉണ്ട്. അപ്പോൾ അവരുടെ പേര് എഴുതണ്ട, കാരണം അവർ കല്യാണം കഴിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആ വില്ലേജിലാണ് ഇവർ പങ്കെടുക്കുന്നത് ഈ ഒരു റിച്വലിന്. അതുകൊണ്ട് അവരുടെ ആ മകളെ പേരൊഴിച്ച് ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ പേരെല്ലാം പേരെഴുതുന്നില്ല. ആക്ച്വലി എത്ര മെമ്പേഴ്സാണ് ഉണ്ടെന്ന് നോക്കും. അത്രയും മെമ്പേഴ്സിൻ്റെ എണ്ണം നോക്കിയിട്ട് അത്രയും പേപ്പർ ഇതിനകത്ത് ബോക്സിനകത്ത് ഇടണം. അതിനകത്ത് ഉള്ള റിമൈനിങ് പേപ്പറെല്ലാം ഒഴിവാക്കിയിട്ട് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം നോക്കിയിട്ട് അത്രയും പേപ്പറാണ് വീണ്ടും ഇതിനകത്ത് ഇടുന്നത്. ഈ ഒരു ബിൽ ഹച്ചിൻസന് കിട്ടിയ ഈ ഡോട്ടുള്ള പേപ്പറും അതിനകത്ത് ഇടും. എന്നിട്ട് ഈ ഫാമിലി മെമ്പേഴ്സിൽപ്പെട്ട ഓരോരുത്തർ വന്നിട്ട് ആ ഒരു ബോക്സിനകത്തുള്ള പേപ്പർ എടുക്കും. അങ്ങനെ എടുക്കുന്ന സമയത്ത് അത് അവിടെ ഈ ഡോട്ടുള്ളത് കിട്ടുന്നത് ടെസ്സിക്കാണ്. ബിൽ ഹച്ചിൻസിൻ്റെ വൈഫായിട്ടുള്ള ടെസ്സി ഹച്ചിൻസനാണ് ആ ഒരു പേപ്പർ കിട്ടുന്നത്. ആൻഡ് അതോടുകൂടി പിന്നെ അവർ ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ട്. കാരണം ഇത് ഫെയർ അല്ല, ഈ ഒരു ലോട്ടറി. അവരുടെ ഹസ്ബൻഡ് ബില്ലിന് അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാനുള്ള സമയം കിട്ടിയില്ല, പെട്ടെന്ന് ഹറി ആയിട്ടാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും ലിസൺ ചെയ്യുന്നില്ല. ഇനി അതോടുകൂടി നമ്മുടെ ഈ സമ്മേഴ്സ് ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പ്രോഗ്രാം തീർക്കാം, റിച്വൽ അവസാനിപ്പിക്കാം, ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ജോലിക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് ധൃതി കൂട്ടിയിട്ട് ഈ ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയുന്നു. ആ ആളുകളെല്ലാം എങ്ങനെ ഈ ടെസ്സിയെ ഇനി കൊല്ലുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കല്ല് പെറുക്കിയിട്ട്, അതുകൊണ്ടായിരുന്നു ഈ ഒരു സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ കുട്ടികളെല്ലാം കല്ല് കുട്ടി വെക്കുന്നുണ്ടായിരുന്നു. ഈ കല്ലെടുത്തിട്ട് അതിനെ എറിഞ്ഞിട്ടാണ് ഇവരെ കൊല്ലുന്നത്. സോ അതാണ് ഇവരുടെ ഒരു സാക്രിഫൈസ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ വർഷം ഈ വില്ലേജിലുള്ള ഓരോ ആളുകൾ ഇങ്ങനെ ബലി കൊടുക്കണം, ഓക്കെ, ദൈവത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് പിന്നെ ആ നാട്ടിനകത്ത് നല്ല ഹാർവെസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവരുടെ കൃഷിയിലൊക്കെ നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആചാരം നിർത്തി കഴിഞ്ഞാൽ ഈ വിളവൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. പക്ഷേ ഈ ഒരു സ്റ്റോറി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷേർലി ജാക്സൺ, നമ്മുടെ ഓതർ, ഈ ഒരു സ്റ്റോറിയെ കൊണ്ടുപോകുന്നത് വളരെ കാഷ്വലായിട്ടുള്ളൊരു മാനറിലാണ്. നമ്മൾ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു റിച്വലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. വളരെ കാഷ്വലായിട്ടാണ് ഇതിൻ്റെ അവതരണമൊക്കെ വരുന്നത്. അതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സും ഈ രീതിയിലുള്ളൊരു വളരെ ക്രൂവലായിട്ടുള്ളൊരു റിച്വലിലേക്കാണ് വരുന്നത് എന്നുള്ള അങ്ങനെയുള്ള ഒരു കാര്യം ഒരൊറ്റ ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അവരെല്ലാം വളരെ ഹാപ്പി കാഷ്വൽ മാനറിൽ വന്നിട്ട് കല്ലൊക്കെ പെറുക്കി വെച്ചിട്ട് ആ രീതിയിലാണ് അവരുടെയൊക്കെ ഒരു അപ്രോച്ച് ഈ ഒരു റിച്വലിനോടുള്ള. അപ്പോൾ ഇത് ഒരുപാട് കാലമായിട്ട് നടന്നു പോകുന്ന കാര്യമാണ് എന്നുള്ളൊരു സാധനമൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആളുകൾ ദേ ആർ സോ യൂസ് ടു ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നമ്മളിതിനകത്ത് വിക്റ്റിമായി വരുന്ന സമയത്ത്. അപ്പോൾ ടെസ്സി പോലും വളരെ കാഷ്വലായിട്ടാണ് ഞാനിന്ന് മറന്നുപോയി, ഞാൻ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്നതാന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരുന്നത് ഇതിനകത്ത്. പക്ഷേ അവരിതിനകത്ത് വിക്റ്റിം ആകുമ്പോൾ അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾക്കാണ് ഈ ഒരു വിധി വരാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരാകെ നെർവസ് ആവുകയും അവരിതിനെതിരെ കംപ്ലയിൻസ് ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫെയർ ആയിട്ടുണ്ടായിരുന്നില്ല, അവരുടെ ഹസ്ബൻഡിന് ഇത് എടുക്കാനുള്ള കറക്റ്റ് സമേഴ്സ് കൊടുത്തില്ല, ഹറി ആയിട്ട് ചെയ്തു എന്നുള്ള. അപ്പോൾ നമ്മൾ വിക്റ്റിം ആവുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ഒരു എത്രത്തോളം അൺഫെയർ ആയിട്ടുള്ള ഒരു റിച്വലാണ്, ഓക്കെ, ഇത് എത്രത്തോളം പെയിൻഫുൾ ആണെന്നുള്ള കാര്യമൊക്കെ അവർ ആ സമയത്ത് മാത്രമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മിക്ക ഇതേ രീതിയിലുള്ള ഒരുപാട് ആചാരങ്ങളുണ്ട്. ഇപ്പോൾ ഇത് വളരെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു കേസാണ് ഇവിടെ നമ്മുടെ ഓതർ അവതരിപ്പിച്ചത്. ഇവിടെ ഒരാളെ ബലി കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിലേക്കുള്ള റിച്വലായിട്ടാണ് അവതരിപ്പിച്ചത്. പക്ഷേ ഇത്തരം റിച്വലുകൾ നമ്മുടെ പല സ്ഥലങ്ങളിലും മുമ്പുണ്ടായിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പല കമ്മ്യൂണിറ്റികളുടെ ഇടയിലും ഇത്തരം റിച്വൽസൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ആൻഡ് ചിലപ്പോൾ ട്രൈബൽസിൻ്റെ ഇടയിൽ ഇപ്പോഴും ഇതേ രീതിയിലൊക്കെയുള്ള റിച്വൽസ് ഉണ്ടാവാം. അപ്പം അത്തരം റിച്വൽസ് ഇപ്പോൾ ആളുകളെ കൊല്ലുന്ന റിച്വൽ ആവണമെന്നില്ല, ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിൽ, ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ, ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആളുകളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് റിച്വൽസ് നമ്മുടെ സമൂഹത്തിൽ പല ഗ്രൂപ്പുകളുടെ ഇടയിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും അപകടാവസ്ഥ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് വരുന്ന സമയത്ത്, നമ്മൾ വിക്റ്റിമായി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ. അല്ലെങ്കിൽ അത് വളരെ കാഷ്വലായിട്ടാണ് നമ്മൾ അതിനൊക്കെ എടുക്കുക. അപ്പം
അതിനെതിരെയുള്ളൊരു വിമർശനമായിട്ടാണ് ഈ ഒരു സ്റ്റോറിയെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് നോക്കൂ, മുമ്പ് നമ്മളുടെ സതി പോലെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് നമുക്കറിയാം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ആ ചിതയിൽ ചാടി മരിക്കണം എന്നാണ് പറയുന്നത്. ഇതേപോലുള്ള നമ്മുടെ ഇപ്പോൾ ഈ ഒരു സ്റ്റോറിക്കകത്ത് കാണുന്ന പോലെയുള്ള ഒരു കാര്യമാണത്. ഒരാൾ മരിക്കുക വെറുതെ ഒരു കാര്യമില്ലാതെ. ഓക്കെ, ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചിതയിൽ സ്വയം ചാടുകയാണ്. ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ തീയിൽ ചാടിയിട്ട് മരിക്കുക ചെയ്യുന്നത്. സോ അതൊരു ആചാരം. ആൻഡ് ഇങ്ങനെ ചാടാത്തവരെ വലിച്ചെറിയുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ തീയിലേക്ക്. ആൻഡ് ഇങ്ങനെ ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ മുമ്പുണ്ടായിരുന്നു. പക്ഷേ അത്ര തീവ്രമല്ലെങ്കിലും ആളുകളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ആചാരങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത്തരം ആചാരങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. ആൻഡ് അപ്പോൾ അതിൻ്റെ ഒരു അപകടാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണാൻ പറ്റുക. ഓക്കെ, ആൻഡ് പിന്നെ എന്താ വെച്ചാൽ ബ്ലൈൻഡായിട്ട് പബ്ലിക്ക് സാധാരണ ഇത്തരം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളെ ഇടയിലുള്ളത്. സോ അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. വി ഹാവ് ടു തിങ്ക് ഓൾവേസ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ചിട്ട് അത് സെൻസിബിൾ ആണെങ്കിൽ, അത് ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ, ഓക്കെ, ലോജിക്കലി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് മാത്രം നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലൈൻഡായിട്ട് ഒരു പബ്ലിക് എല്ലാവരും ചെയ്യുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോറിക്കകത്തുള്ള ഈ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ആരും ഇതിനകത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇത് ശരിയല്ല, ഇങ്ങനെ ഒരു ആചാരം ശരിയല്ല. ഇതിൻ്റെ ഇടയിലൊന്ന് ഏതോ ഒരു ക്യാരക്ടർ മാത്രം ജസ്റ്റ് പറയുന്നുണ്ട്, ചില വില്ലേജുകളിൽ ഇപ്പോൾ ഇങ്ങനെയൊരു ആചാരം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതൊരു മിസ്റ്റർ ആഡംസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് ആ ഒരു കാര്യം പറയുന്നത്. അതും വളരെ സീക്രട്ടായിട്ട് വളരെ പതുക്കെ ആ ഒരു ഓൾഡ് മാനോട് പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഒരു ആചാരം ഇല്ല, അവർ ചില സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ഈ ഓൾഡ് മാൻ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ട്രബിൾസ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ പറയുന്നത്. അപ്പോൾ ആരും ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇതേപോലുള്ള ആചാരങ്ങളെല്ലാം സമൂഹത്തിലെ ആളുകൾക്ക് അത് പ്രതികരിക്കാനും ഭയമാണ്. കാരണം പ്രതികരിക്കുന്ന ആളുകൾ ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദാറ്റ് ഈസ് വൈ പീപ്പിൾ ആർ നോട്ട് ആക്ച്വലി സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് ദോസ് കൈൻഡ്സ് ഓഫ് തിങ്സ്. അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം അതാണ്. പക്ഷേ അത് ഏത് രീതിയിലായാലും അത് ഇത്തരം ആളുകളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള എന്ത് ആചാരം ഉണ്ടെങ്കിലും നമ്മളതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, and that is the message we get from this story. That's all about this this chapter, ലോട്ടറി. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ ഇതിൻ്റെ അവസാനത്തിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വായിക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.